ഓരോ കരുവും ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടെ നീക്കണം. അങ്ങനെ പടവെട്ടി സൊനാലി രാജ്യത്തെ ഖജനാവ് നമ്മുടെ രാജ്യത്തെ ഖജനാവാകണം. ഇതിനത്രയധികം യുദ്ധമൊന്നും ചെയ്യേണ്ടി വരത്തില്ല. ആണോ? പിന്നെ ഈ സൊനാലിയിലെ പപ്പയുടെയും മമ്മിയുടെയും സിദ്ധുവിന്റെയും പെറ്റാണ് ഈ പൂജ. അവളുടെ ഏതാഗ്രഹത്തിനും അവര് കൂടെ തന്നെ നിൽക്കും. ഞാനല്ലെങ്കിലേ പപ്പയുടെയും മമ്മിയുടെ അടുത്ത് അത്യാവശ്യം ഇമേജ് ഒക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടല്ലോ. ഏത് പക്ഷെ നിനക്ക് അവിടെ 2 വൻ പാരകളില്ലേ? ആ ഭാവന മേഡവും പ്രതിഭ മേഡവും അവര് വെറുതെ ഇരിക്കുവോ? അവരൊതുക്കാനുള്ള വഴിയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാന്നേ മാമ. ഓ, നീ ആരാ മോൻ? അതിനു മുൻപായിട്ടേ ആ പെങ്കൊച്ചില്ലേ പൂജ, അവളുടെ മനസ്സിൽ നീ അങ്ങ് നിറയണം. നിറഞ്ഞങ്ങ് തുളുമ്പണം. എന്റെ മാമ, അതൊക്കെ എപ്പോഴേ നിറഞ്ഞു കഴിഞ്ഞു. ഇനി അതങ്ങോട്ട് തുളുമ്പിയാ പോരെ. എന്തിനാ നീ വെച്ച് താമസിപ്പിക്കുന്ന തുളുമ്പിപ്പിക്കണ? മോനെ, എടാ മോനെ സിദ്ധു, കഴിക്കാൻ എടുത്തു വെച്ചടാ മോനെ. ഇവളുമാര് രണ്ടുപേര് ഒറ്റയ്ക്ക് പ്ലാൻ ചെയ്ത് നടത്തത്തില്ല. ആരെങ്കിലും സപ്പോർട്ട് ചെയ്ത് കാണും, അതുറപ്പാ. എന്റെ പൊന്നു മോനെ, സംശയിക്കുന്ന എന്തിനാ? അവളുമാരുടെ തള്ളയില്ലേ ആ ശൃംഗാരിച്ചി, ലിപ്സ്റ്റിക് തള്ള. മോനെ ഓർമ്മയില്ലേ? മോനുമായിട്ടുള്ള കല്യാണം നടക്കാതെ വന്നപ്പോ അന്ന് പറഞ്ഞതാ, നിന്നെ കൊണ്ട് മര്യാദയ്ക്ക് കെട്ടിക്കത്തില്ലാന്ന്. പറയാതെ പറഞ്ഞ് ആരാദ്യം പറയുന്നു വാശി പിടിച്ച്. ത്രില്ലിങ്. അതെ, നിനക്ക് ത്രില്ലൊക്കെ തോന്നുന്നുണ്ടെങ്കിലേ നീ ഒരു ചെക്കനെ കണ്ടുപിടിക്ക്. പക്ഷേ നീ എന്നല്ല ഒരു പെണ്ണിനും ഞങ്ങള് പോയ ആ റൂട്ട് പിടിക്കാൻ പറ്റത്തില്ല. ഈഗോയുടെ ഹെഡ് ഓഫീസാ നിന്റെ ചേട്ടൻ. ആമയുടെ മോളും ഒട്ടും മോശമായിരുന്നില്ലല്ലോ. അല്ലേ ചേച്ചി, ഈ കല്യാണം കഴിഞ്ഞാലേ ഇനി എന്താ പുതിയ പദ്ധതി? ഇതുപോലെ ത്രില്ലിംഗ് ആയിട്ടുള്ള വല്ല ഗെയിമും പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഹണിമൂൺ ഉണ്ടേ പറ, കേക്കട്ടെ. ഗെയിമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഈ കല്യാണം നടക്കാതിരിക്കാൻ. ഇനിയുണ്ടോ രണ്ടും കൂടെ കല്യാണം നടത്താതിരിക്കാനുള്ള പ്ലാൻ എന്തെങ്കിലും? ആമി, കല്യാണം നടക്കാതിരിക്കാനേ പുതിയ ഗെയിം പ്ലാൻ ചെയ്തിരിക്കുക. ഞാനും സിദ്ധുവേട്ടനുമല്ല, പിന്നാരാ? സൊണാലിയിലെ ഭാവനയും അനിയത്തിയും അവരുടെ വീട്ടുകാരും കൂടെ. മോളെ നീ എന്തുവായി പറയുന്നേ? അതെ ആമി, ഈ തീ കത്തിക്കലും പൊള്ളിക്കലും ഒക്കെ അവരായിട്ട് തന്നെ ഉണ്ടാക്കിയതാ. സത്യമാണോ കുഞ്ഞ് നീ പറയുന്നേ? ആമി, സത്യമാണ്, വിശ്വസിക്കേ, ഞാൻ പറയാം. ഇത്രയും നേരമായിട്ടൊന്ന് വിളിക്കാത്ത എന്താ? വിളിച്ചാലാണ് കിട്ടത്തുമില്ല. എടോ, ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു, എവിടെയായിരുന്നു? അതെ, ഞാനേ വീട്ടിലില്ല. വീട്ടിലില്ലേ? പിന്നെ എവിടെ പോയി? ഞാനേ പുറത്ത്. പുറത്തോ? എവിടെ? ഇയാളുടെ ഗേറ്റിന്റെ പുറത്ത്. ഓ, അപ്പൊ അത് ഈ ഗ്രാഫിലുണ്ടോ? പിന്നല്ലാതെ, നോക്ക്. അല്ല, നമ്മുടെ അപ്പൊ ഡിവോഴ്സ് എന്നാ നോക്കട്ടെ. നോക്ക്, അത് ഈ ജന്മത്ത് നടക്കുമെന്ന് വിചാരിക്കണ്ട. അതെന്റെ പിള്ളേരെ സമ്മതിക്കത്തില്ല, കേട്ടോ? മാറി. അയ്യോ, എടോ, താൻ ഇവിടെ കയറി കിടക്കാൻ പോവാണോ? എടോ, താൻ ഇവിടെ കിടക്കാൻ പോവാണോ? പിന്നെ കിടക്കാതെ, സമയം 12 മണിയാവാൻ പോകുന്നു, എനിക്ക് ഉറക്കം വരുന്നു. അപ്പൊ താൻ ഉറങ്ങാൻ വേണ്ടിട്ടാണോ ഇങ്ങോട്ട് വന്നത്? ഉറങ്ങാനല്ല, ഇയാളുടെ ഉറക്കം കെടുത്താനാ. കേറി കിടക്ക്. എടോ, കിടക്ക. ഇന്നലെ വാരിയിട്ട് കത്തിച്ച സമയത്ത് അങ്ങനെ ചെയ്യുന്നത് ദോഷാണെന്ന് പറഞ്ഞത്. സിദ്ധു സാറ് വന്നപ്പോഴും എന്നെ വഴക്ക് പറഞ്ഞായിരുന്നു. അത് ഞാനായിട്ട് പറഞ്ഞ് വഷളാക്കിയെന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തി ചീത്ത പറയായിരുന്നു. നിന്നെ ചീത്ത പറഞ്ഞോ? ആ,
നിന്നോട് പറയാതല്ലേ ഇവളുമാരത് കത്തിച്ചത്? കള്ളത്തരം. കള്ളത്തരൊന്നും അല്ല. ദേഷ്യത്തില് രണ്ടുപേരും അങ്ങനെ ചെയ്തേ ഉള്ളൂ. വേറെ ഒരു പ്രശ്നവും ഇല്ല. ചേട്ടത്തി ഒന്ന് വന്നേ. എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ ചേട്ടത്തി. ആ മുറിയെ അവളുമാരെ പൂട്ടി വെച്ചിരിക്കുന്നതിന്റെ കാര്യം എന്താ? നമുക്ക് ആ പൂട്ട് പൊളിച്ചൊന്ന് നോക്കിയാലോ? സ്റ്റേഷനിൽ നിന്ന് SI വരുന്നുണ്ട് സിദ്ധുവിനെ കാണാൻ. ആ റിയയുടെ കേസിന്റെ കാര്യം സംസാരിക്കാനായിട്ട്. ആ അന്നേരം ഈ കാര്യം പറഞ്ഞാ മതി. ഇവിടെ നടന്ന പൂജ അലങ്കോലപ്പെടുത്തിയതില് എന്തോ സംശയമുണ്ടെന്ന് നമുക്കങ്ങ് പറയാം. അതെ, തീപിടുത്തമായിരുന്നു എന്ന് നമുക്കങ്ങ് പറയാം. വാ. ഞാൻ ഈ മെസ്സേജ് അയച്ചിട്ട് നീ എന്താ നോക്കത്തെ? അതൊന്നല്ല, ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. ഹോമോ പൂജയും. ഹോമോ? മറ്റേ കേസില്ലേ, ഞാൻ വീഴ്ത്തി. വേണമെങ്കിൽ നിന്നെ പൊക്കാൻ ഒരാള് വരുന്നുണ്ട്. അതാരാ? നിന്റെ അനീറ്റ. അവള് നിന്നെ വിളിച്ചായിരുന്നോ? വിളിച്ചോന്നോ? നീ അവളുടെ നമ്പർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കല്ലേ. ഇപ്പൊ എനിക്കാണല്ലോ മനസമാധാനക്കേട്. അവള് USA ഫ്ലൈറ്റ് പിടിച്ചിട്ട് ചെന്നൈയിലേക്ക് എത്തിയിട്ടുണ്ട്. എടി, ഞാനോട് ഉള്ള കാര്യം നീ അവളോട് പറഞ്ഞിരുന്നോ? എനിക്ക് മണിക്കൂർ ഇടവിട്ട് ഫോണാ. നിന്റെ അഡ്രസ്സും ഫോൺ നമ്പറും വരെ കൊടുക്കണമെന്ന് പറഞ്ഞു. നീ കേസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിലേ എനിക്ക് പ്രോബ്ലം ആണേ. എടി നിനക്ക് അറിയത്തില്ലെന്ന് ഞാൻ അങ്ങ് പറഞ്ഞാ പോരായിരുന്നോ? ആ, അതിന് നടക്കത്തില്ല. അഡ്രസ്സൊക്കെ അവൾ എഴുതി വാങ്ങിച്ചു. എന്നാ പിന്നെ വരട്ടെ, റൂം എടുത്ത് ഇവിടെ താമസിപ്പിക്കാം. അല്ലാതെ എന്ത് ചെയ്യാനാ? ഒരുമിച്ച് താമസിക്കാനല്ല, നിന്നെ കൈയോടെ പൊക്കാനാ അനീറ്റ ഇങ്ങോട്ടേക്ക് വരുന്നേ. അതിനെന്തിനാ? നീ ഇവിടെ കല്യാണം കഴിക്കാൻ പോവാണെന്നേ അവൾക്ക് എവിടുന്നോ ന്യൂസ് കിട്ടി. കെട്ടാനാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടേ നീയും അനീറ്റ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയല്ലേ ജീവിച്ചത്. എന്റെ പൊന്നു, അതൊക്കെ ഒരു ടൈം പാസ് അല്ലടി. ടൈം പാസ് നിനക്കാ. അനീറ്റ നിങ്ങളുടെ റിലേഷനെ സീരിയസ് ആയിട്ടാ കണ്ടെങ്കിലോ? ഷീ സീരിയസ്. അവളുടെ സ്വഭാവം നിനക്കറിയാലോ. അതൊക്കെ അറിയാം. 8-1 മുറി 2. ഏത് നിമിഷം വേണമെങ്കിലും അനീറ്റ വരും. പിന്നെ എന്തായി തീരുമെന്ന് ഞാൻ പറയണ്ടല്ലോ. ഒരു അനീറ്റ വന്നാ പിന്നെ അതിന്റെ പുറകെ പല അനീറ്റമാര് വരാൻ തുടങ്ങും. ആ വിഷയത്തിൽ അത്രയ്ക്ക് സമ്പാദ്യം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ നീ. സോ ടേക്ക് കെയർ. ശരി, ഞാനൊന്ന് പ്ലാൻ ചെയ്യട്ടെ, എന്നിട്ട് നിന്നെ വിളിക്കാൻ കേട്ടോ. എനിക്കിവിടെ മനസമാധാനം ഇല്ലട്ടോ. അവളോട് കള്ളം പറയുന്നതിന് എനിക്ക് പരിധിയുണ്ട്. ശരി, ഞാൻ നിന്നെ വിളിക്കാം. ശരി. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. പൂജയ്ക്ക് എങ്ങനെയുണ്ട്? കൊഴപ്പില്ല. രാവിലെ കുറച്ച് വിങ്ങലൊക്കെ ഉണ്ടെന്ന് പറയുന്ന കേട്ടു. അതെ, ശരത്തേട്ടൻ ഇനി എന്നാ US ബിസിനസ് കാര്യത്തിന്? ഇനിയിപ്പോ യുഎസിലേക്ക് ഉടനെ ഒന്നുമില്ലടി. അവിടുത്തെ കമ്പനി ഇനി ഇപ്പൊ കേരളത്തിലോട്ട് വരുവാണല്ലോ. അത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ആ കമ്പനിക്ക് കൊളാബറേഷൻ വരാണെന്ന് കൊച്ചിയില്. കൊളാബ്രിക്കേഷൻ ഒക്കെ ആവുമ്പോ സൂക്ഷിച്ചും കണ്ടുമൊക്കെ കൈ കൊടുക്കാവൂ. എന്റെ പൊന്നു മോളെ, ശരത്ത് കൈ കൊടുക്കുകയാണെങ്കിലേ അത് ഏത് ബിസിനസ് ആണെങ്കിലും കറക്റ്റ് ആണെങ്കിലേ കൊടുക്കൂ. കറക്റ്റ് അല്ലെങ്കിലേ
ഇതിന്റെ താക്കോലില്ലേ? പൂട്ടാറില്ലായിരുന്നു. കഴിഞ്ഞ ആഴ്ച വൃത്തിയാക്കാൻ ചെന്നപ്പോ പൂട്ടിയിട്ടിരിക്കുക. താക്കോല് ചോദിച്ചപ്പോഴോ ഇവിടെ ആർക്കും അറിയത്തില്ല. ഇവിടെ ആരാ താമസിച്ചിരുന്നത്? സാറേ, ഇവിടെ മുമ്പ് സെർവൻസ് ആയിരുന്നു താമസിച്ചോണ്ടിരുന്നത്. ഇപ്പൊ ഇവിടെ ആരുമില്ല. ഇപ്പൊ ഇവിടെ സെർവന്റ് ഉണ്ടോ? ആ, ഇവിടെ ഒരു സെർവന്റ് ഉണ്ട്. കുഞ്ഞാ താരേനെ ഒന്ന് വിളിച്ചേ. താരേ, താരേ. എന്തോ? ദേ സാറ് വിളിക്കുന്നു, ഇങ്ങോട്ട് വാ. വാ. ഇതാള് ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് നീങ്ങുന്നു. ഇയാളാണോ ഇത് പൂട്ടിയത്? ഞാനല്ലേ സാറേ. ഇയാളല്ലേ ഇവിടെ നേരത്തെ കിടന്നിരുന്നത്? ഞാൻ നേരത്തെ കിടക്കുമായിരുന്നു. ഇപ്പൊ വീട്ടിൽ പോയി വരുവോ? ഇയാൾക്കിപ്പോ താക്കോൽ എവിടെയാണെന്ന് അറിയില്ലല്ലേ? എനിക്കറിയില്ല. നമുക്കിതിന്റെ ലോക്ക് അങ്ങ് പൊളിച്ചാലോ? ജോത്സ്യര് പറഞ്ഞതേ വാസ്തുപ്രകാരം ചില ദോഷങ്ങളുണ്ടെന്നാ, അതുകൊണ്ട് പൊളിച്ചു മാറ്റാനാ. എന്നാ പിന്നെ അങ്ങ് പൊളിച്ചേക്കാം. ആ സാർ, പൊളിക്കാതെ. ചവിട്ടി പൊളിക്കണോ? ഇതിൽ ആരോ താമസിച്ചിട്ടുണ്ട്. ഒന്നല്ല, ഒന്നിലേറെ ദിവസം. അത് ഉറപ്പാ സാറേ, എനിക്കും അങ്ങനെ തോന്നുന്നു. എങ്കിൽ ചടങ്ങ് മുടക്കാനേ അവളുമാരാരും ഇവിടെ കൊണ്ട് താമസിപ്പിച്ചിട്ടുണ്ട്, അത് ഉറപ്പാ. എന്തു പറ്റി? സോ ഇതൊന്ന് നോക്കി. നെയ്യിൽ തീ പടരാൻ എന്തോന്ന് ചേർത്തുന്നല്ലേ നിങ്ങൾ പറഞ്ഞേ? ഓ സോ ഇത് ലാബിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്യണം. അതിനു മുമ്പ് നിങ്ങളൊരു കംപ്ലൈന്റ് എഴുതി തരണം. ഓക്കെ സർ. അതൊന്നും ഇപ്പൊ വേണ്ട സർ. കേസാക്കണ്ട. കല്യാണമൊക്കെ നടക്കാൻ പോവല്ലേ, അതിനു മുൻപ് ഇഷ്യൂസ് ഒന്നും വേണ്ട. എടോ, ഞാൻ ആ ലിക്വിഡിന്റെ ബോട്ടിലെ ഒരു ലാബിൽ പരിശോധിക്കാൻ കൊടുത്തിട്ടുണ്ട്. ആ, അതെന്താണെന്നുള്ളതിന്റെ റിസൾട്ട് വന്നിട്ട് നമുക്ക് നോക്കാം. എന്തായാലും ആ മുറിയിൽ ആരോ താമസിച്ചിട്ടുണ്ട്. അപ്പോ അവരുടെ ടെൻഷൻ നമ്മൾ പറഞ്ഞത് തന്നെയാ. അവളുമാരെ കാര്യമായിട്ടൊന്ന് വാച്ച് ചെയ്യണം. ഇത് പപ്പയോട് പറഞ്ഞിട്ട് പോലീസിൽ അറിയിച്ചിട്ട് നമുക്ക് ലീഗലി മൂവ് ചെയ്യണം. അതാ വേണ്ടത്. വേണ്ട വേണ്ട, അങ്ങനെ ഒന്നും ചെയ്യണ്ട. നമ്മുടെ കല്യാണത്തിന് മോനെ, നീ ഒന്നിങ്ങോട്ട് വന്നേ, ഒരു കാര്യം ചോദിക്കാനുണ്ട്. മോള് വാ. അപർണ ചേച്ചി പറഞ്ഞത് ശരിയാണോ? ഈ ചാറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ടോ? ഇവിടെ ചുമ്മാ അവൾക്ക് ഭയങ്കര അസൂയല്ലേ. എന്നെ ആരെങ്കിലും തലയിൽ കെട്ടിവെക്കാനായിട്ട് നോക്കല്ലോ അവള്. അതെന്റെ പണവും പൊസിഷനൊക്കെ കണ്ടിട്ടാ. ഞാൻ അല്ലെങ്കിൽ അമേരിക്കൻ സിറ്റിസൺ അല്ലേ. ഇവൾക്ക് ഈ ജന്മത്തെ എന്റെ പൊസിഷനിലേക്ക് എത്താൻ പറ്റുന്നില്ല. അതിന്റെ അസൂയായിരിക്കും കാണിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആരെങ്കിലും ചീറ്റ് ചെയ്യോ, അല്ല ചാറ്റ് ചെയ്യോ? അയ്യോ, കൈ നോക്കിയില്ലല്ലോ. മുറിവ് മാറുന്നുണ്ട് കേട്ടോ. ഇപ്പൊ പഴയ പോലെ വേദന ഒന്നുമില്ലല്ലോ. കുറവുണ്ട്, പക്ഷെ പാടുവരോ? പാടോ? എന്റെ പൊന്നുമോളെ, ഈ മൈക്കിൾ ജാക്സൺ കേട്ടിട്ടുണ്ടോ? ഈ മൈക്കിൾ ജാക്സൺ കറുത്തിരുന്നതാ. അയാൾ വെളുപ്പിച്ചെടുത്ത ചികിത്സ അമേരിക്കയിലുള്ള. ഇത് ഞാൻ തന്നെ അമേരിക്കയെ കൊണ്ടുപോയി സെറ്റാക്കി തരത്തില്ലേ?
അമ്മി ആ റൂം ഒരു ഗസ്റ്റ് റൂം ആയിരുന്നു ആദ്യം. പിന്നെ അത് സെർവൻ റൂം ആക്കി. കുറെ നാളായിട്ട് അത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ ആ റൂമിൽ ആരോ ഉണ്ടായിരുന്നു. ആമി, ആ റൂമിനകത്തുനിന്ന് ഒരു ലിക്വിഡ് ബോട്ടിൽ കിട്ടിയത്. അതാ നെയ്യിലോ മറ്റോ ഉപയോഗിച്ചിട്ടുണ്ട്. സാമ്പിൾ കൊണ്ടുപോയിട്ടെ എന്റെ ഒരു ഫ്രണ്ടിന്റെ ലാബുണ്ട്, അവിടെ പരിശോധിച്ചായിരുന്നു. അതെന്തോ ഒരു എന്താ പറയാ ഈ മീഥൈൽ ആൽക്കഹോൾ അതുപോലത്തെ ഒരു ലിക്വിഡാ. അത് ഈ 100 ഡിഗ്രി ചൂടുള്ള എന്തിലൊഴിച്ചാലും ഫയർ ഇങ്ങനെ ആളിക്കത്തുന്ന പറഞ്ഞു. എനിക്ക് തോന്നുന്നു ലക്ഷ്യം അപ്പു തന്നെ ആയിരിക്കും. എന്റെ പൊന്നു മോനെ, ഇങ്ങനെയുള്ള വീട്ടില് എന്ത് വിശ്വസിച്ചാ നമ്മൾ ജീവിക്കുന്നത്? നമുക്ക് സമാധാനം കിട്ടുവോ? പൂജമോളുടെ കാര്യം തന്നെ കണ്ടില്ലേ? നാളെ ആയാലും ഒരു പ്രശ്നം ആവത്തില്ലേ? അമ്മീ, അവര് കൊണ്ടുവെക്കുന്ന ആഹാരം പോലും ഞങ്ങൾ തൊടാൻ നിൽക്കുന്നില്ല. അതുപോലെ എന്റെ പൊന്നു മോനെ, എങ്ങനെ വിശ്വസിക്കും? മമ്മി ഉണ്ടാക്കി വെക്കുന്ന ആഹാരത്തിൽ പോലും അവരെന്തെങ്കിലും കലക്കില്ലെന്ന് എന്താ ഉറപ്പ്? എന്തായാലും പപ്പ വരട്ടെ, ഈ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇത് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അത് മാത്രമല്ല മോനെ, ഞാനേ ജോത്സ്യരെ പോയി കണ്ടിരുന്നു. ഈ ഐശ്വര്യപൂജ മുടങ്ങാൻ പാടില്ലാത്തതാണെന്നാ പുള്ളിക്കാരൻ പറഞ്ഞത്. അതിനി എന്തെങ്കിലും പരിഹാരം ഉണ്ടോന്ന് ചോദിച്ച് പുള്ളി പറഞ്ഞത് കുറച്ച് വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാ. അമ്മി, എന്താ പുള്ളി പറഞ്ഞേ? നിങ്ങളുടെ ജാതകങ്ങൾ ഒരുമിക്കേണ്ടത് തന്നെയാ. പക്ഷെ ഒരുമിച്ചാലും ഇല്ലാതാക്കാനുള്ള വഴി ആരൊക്കെയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ രണ്ടാളും സൊനാലിയിൽ ഒരുമിച്ച് ജീവിച്ച അങ്ങോട്ടുള്ള കാലം പ്രശ്നമായിരിക്കും എന്നാ പറഞ്ഞത്. അമ്മി, പറഞ്ഞൊക്കെ ശരിയാ. നമ്മുടെ വാസ്തുവിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആ ഔട്ട് ഹൗസ് ഉണ്ടല്ലോ, അത് പൊളിക്കണമെന്നാ പുള്ളി പറഞ്ഞു. ഈ പൊളിക്കുന്നതിലൊന്നും ഒരു കാര്യമില്ല മോനെ. ആമി വിഷമിക്കണ്ട. ഈ എന്താന്ന് വെച്ചാ ഞങ്ങൾക്ക് തന്നെ വേറെ വീടുണ്ടല്ലോ. കല്യാണം കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് താമസിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് നല്ലൊരു വീട് വെച്ച് ഞങ്ങൾ അങ്ങ് മാറുകയും ചെയ്യും. അതിനുള്ള ഒരു ചെറിയ പദ്ധതിയൊക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ട്. ആമി ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങൾ ഡീൽ ചെയ്തോളാം. അങ്ങനെ എന്തെങ്കിലും ആലോചിക്ക്, അതാ നല്ലത്. നമ്മുടെ കുടുംബത്തിലും ചില ദോഷപരിഹാരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ വീടിന് കുറെ ദോഷങ്ങളുണ്ട്. ഇപ്പോ ബാലുന്റെ കാര്യം തന്നെ കണ്ടില്ലേ? ഈ വീട് വെച്ച് താമസമാക്കിയതിനു ശേഷം 1.5 വർഷമേ ബാലുന്റെ അച്ഛന് ജീവിക്കാൻ പറ്റിയിട്ടുള്ളൂ. അതുപോലെ തന്നെയായിരുന്നു അപ്പുവിന്റെ അച്ഛനും. അപ്പൊ തന്നെ ജോത്സ്യർ പറഞ്ഞു വീട് മാറണോന്ന്. അന്ന് ഞാനത് കേട്ടില്ല. ദേ കണ്ടില്ലേ, എന്തെല്ലാം തടസ്സങ്ങളാ. ആമി വിഷമിക്കണ്ട. ഇനിയിപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എന്റെ കുടുംബ വീട് കിടക്കുകയല്ലേ. സിദ്ധേട്ടാ, അത് വാടകയ്ക്ക് കൊടുത്തിരിക്കായിരുന്നു. ഒരു 3 മാസം മുമ്പ് ഒഴിപ്പിച്ചു. ഇനി കുറച്ച് മെയിന്റനൻസ് കൂടി ഉണ്ട്. നമുക്ക് ഒഴിവ് കിട്ടുമ്പോ അവിടെ പോയി നിക്കാം. പക്ഷെ നമ്മുടെ സിറ്റി പോലൊന്നും അല്ല, തനി നാട്ടിൻപുറം. ഈ വയലും പാടവും അങ്ങനെയാ. ആണോ? അങ്ങനെയാണെങ്കിൽ തകർക്കും. കല്യാണം കഴിഞ്ഞാലേ ഞാൻ ബന്ധുവീട്ടിൽ തന്നെ താമസമാക്കും. പക്ഷെ ആമിയും കൂടെ ഞങ്ങളുടെ കൂടെ കൂടണം കേട്ടോ. എന്നാ ശരിയെന്നാ ആമി, എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ചെല്ല് ഡിവൈഎസ്പി കാണണമെന്നല്ലേ പറഞ്ഞത്? ഈ ഡിവൈഎസ്പി കാണുക എന്നുള്ളത് അപ്പു ആമിയോട് പറഞ്ഞോ. പക്ഷെ എന്നോട് പറഞ്ഞത് വേറെയാണ്. എന്നോട് വണ്ടിയെടുത്ത് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ശരിക്കും എന്താ പറഞ്ഞെന്നറിയോ? പിന്നെ പറയാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എത്ര സമയം വേണ്ടി വരും? നമുക്കൊരു 1 hour മതി. വേണ്ട, നമുക്ക് 1/2 hour മതി. ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷെ എന്റെ ആശം ഭയങ്കര സ്മാർട്ട് ആയതുകൊണ്ട് എനിക്ക് 1/2 hour മതി. പിടിക്കുക, പെട്ടെന്ന് പഠിച്ചെടുത്തോളൂ. ഓക്കെ. ചാവിയോ? ഐശ്വര്യമായിട്ട് അപ്പുറത്ത് പോയി കയറിക്കോളൂ. പെട്ടെന്ന് വരാം കേട്ടോ. ഓക്കെ. അതെ പപ്പ,
ഇനി യാത്രയും ബിസിനസ് മീറ്റും ഒക്കെ കുറച്ച് കുറയ്ക്കണം. ഇനിയുള്ള കാര്യങ്ങളൊക്കെ പിള്ളേരും നോക്കിക്കോളൂന്നേ. ആ ഈ പിള്ളേരെന്ന് പറഞ്ഞ ആരാ? പപ്പയാണെ പറഞ്ഞിട്ട് പോവും. പോകുന്നതിൽ പല കാര്യങ്ങളുണ്ട്. ഇവൻ നേരെ തിരിച്ചല്ലേ. പോകുന്നത് വരുന്നതും ആരേലും അറിയുന്നുണ്ടോ? വെളുപ്പംകാലത്തെങ്ങാണ്ട് വന്ന് കിടപ്പുണ്ട്. ഒന്ന് വിളിച്ചറിയിക്കണ്ടേ വരുന്ന കാര്യം? അവൻ വിളിച്ചറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചിട്ടുണ്ടല്ലോ, അവന്റെ ഭാര്യയെ. അങ്ങനെ തന്നിഷ്ടത്തിന് വിട്ടതാ ഇപ്പൊ കുഴപ്പമായത്. ഒരു കുഴപ്പമില്ല സുജാതെ. കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് വരുമെന്നല്ലേ ഭാവന പറഞ്ഞത്. ദാ ഇപ്പൊ ആളിങ് എത്തിയില്ലേ. അനിയന്റെ കല്യാണത്തിന് മുൻകൂട്ടി ഉണ്ടാവണമെന്ന് അവന് തോന്നിക്കാണും. കൽത്തോട്ടത്തിൽ നിന്ന് വിളിക്കാറുണ്ടോ? ആമി എന്തു പറയുന്നു? വിവാഹത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി? എല്ലാം ഇപ്പൊ പുറത്തുള്ളവരെ ഏൽപ്പിക്കുകയല്ലേ. ഡ്രസ്സും ആഭരണവും ഒക്കെ എടുക്കാൻ പോകുന്ന കാര്യം ആമി പറഞ്ഞിരുന്നു. വരനുണ്ടല്ലോ എല്ലാ മേൽനോട്ടത്തിന്റെ കാര്യത്തിന്. അവനിപ്പോ സൊണാലിയേക്കാൾ കൂടുതൽ കൽത്തോട്ടത്തിലെ കാര്യങ്ങളാണല്ലോ നോക്കുന്നത്. ചേട്ടത്തി, ചേട്ടൻ എന്താ കയറി പോയത്? ഇനി വയ്യാക്കി അങ്ങനെ വന്നാണോ? മമ്മി മാറ്, ഞാൻ ചെന്ന് നോക്കാം. വേണ്ട, ഒരാളും പോകണ്ട, ഞാൻ നോക്കിക്കോളാം. മക്കൾ രണ്ടുപേരും ഇവിടെ തമ്മിൽ തല്ലിക്കൊണ്ട് നിന്നു. മമ്മി വേണ്ട, അദ്ദേഹത്തിന്റെ കാര്യം നോക്കാൻ ഞാനുണ്ട്, അത് മതി. വാതിൽ തുറക്ക്. തുറക്ക് പപ്പ. പപ്പ മമ്മി മാറ്. വാതിൽ തുറക്ക്. പപ്പ എന്താ പറ്റിയേ? പപ്പ പപ്പ ഒന്ന് വാതിൽ തുറന്നേ. പപ്പ ഇത് എന്താ ഇത്? പപ്പ പ്ലീസ് ഒന്ന് വാതിൽ തുറക്ക്. പപ്പ വാതിൽ തുറക്ക്. പ്ലീസ് ഒന്ന് വാതിൽ തുറക്ക്. പപ്പ 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 ഒന്ന് തുറന്നേ. പപ്പ പ്ലീസ് ഒന്ന് വാതിൽ തുറക്ക്. പപ്പ 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 വാതിൽ തുറക്കാൻ. പപ്പ പപ്പ എന്താ പപ്പ ഇത്? ഞങ്ങളെ ടെൻഷൻ അടുപ്പിച്ചു കളഞ്ഞല്ലോ. ഞാനങ്ങനെ നെഞ്ചുപൊട്ടി വീഴുവൊന്നുമില്ല, അവിവേകമൊന്നും കാണിക്കുകയില്ല.